ഗായ്സ് നമ്മൾ അമ്മമ്മയുടെ വീട്ടിൽ പോകുകയാണ്. നാളെ ശേഷം നമ്മൾ പാറമുക്കിലേക്ക് യാത്ര ചെയ്യുകയാണ്. മഴ ഇവിടെ മാത്രം പെയ്യൂല, നല്ല മഴക്കോളുണ്ട്. ഇവിടെ കാണിക്കണത് ആകാശം ആകാശം കാണിച്ചത്. സ്വിഫ്റ്റ് ഓടിച്ച് ഗായ്സ് എന്റെ സ്റ്റിയറിംഗ് ഒന്ന് വളയുന്നില്ല, ഭയങ്കര കട്ടി. ഇങ്ങനെ ശീലായിപ്പോയി. അതാണെങ്കിൽ സ്മൂത്ത് ആണല്ലേ. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ നല്ല മഴക്കോളുണ്ട്. നല്ല മഴക്കോൾ മാത്രമേ കല്ലമ്പലത്തുള്ളൂ. ചെറുതായിട്ട് കണ്ടില്ലേ, ഗ്ലാസ്സിൽ പൊടി വീഴുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു അവിടെ നല്ല മഴയായിരിക്കും കേട്ടോ. അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്. മഴ കാണാൻ വേണ്ടി വേഴാമ്പലിനെ പോലെ ഞാൻ എന്റെ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചെറുതായിട്ട് പൊടിഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. ഇവിടെ അമ്മയ്ക്ക് കൃഷ്ണ ക്ലാസ്സും അതൊക്കെ ഉണ്ട്. അപ്പൊ ഞാനും എന്തായാലും കുറെ നാളായല്ലോ പോയിട്ട്. അപ്പൊ ഞാൻ തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് മഴ ഇടിയൊക്കെ വരുന്നത് വീണ്ടും ബസ്സിൽ കയറി പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അവരെ കൊണ്ടുവന്നിട്ട് വീട്ടിലോട്ട് പോകുന്ന പോക്കാണ് കേട്ടോ. അപ്പൊ അങ്ങോട്ട് ചെല്ലുമ്പോൾ കോള് കെട്ടി നിൽക്കുന്ന അല്ലാണ്ട് മഴയില്ല ഗൈസ്. ഒരു തുള്ളി മാത്രം വീഴുന്നുണ്ട്, ഗ്ലാസ് വീഴുന്നുണ്ട്, തച്ചേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളുടെ ആലങ്കോടെത്തി. ആലങ്കോട് നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് വീട് അടച്ചിട്ട് അമ്മ പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുന്നില്ല. രണ്ടും കെട്ട മനസ്സിലാണ് അവരുടെ നിൽക്കുന്നത്. അവിടെ ഇവിടെയായിട്ട് അവരിങ്ങനെ മനസ്സിൽ നിൽക്കുകയാണ്. അങ്ങനെ എന്തായാലും ഒന്ന് പോയിട്ടൊക്കെ അറിയാം. അപ്പോൾ ആ വഞ്ചൂരെത്തിയപ്പോൾ മഴ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹായ് സൂപ്പർ, ഇപ്പോൾ ഇവിടെ തൊട്ട് അങ്ങോട്ട് മഴയാണല്ലോ. അപ്പം ഞങ്ങളുടെ ഏരിയയിൽ വഞ്ചൂരും 2 സ്റ്റോപ്പ് അപ്പുറമാണ് ഞങ്ങളുടെ വീട് കേട്ടോ. അപ്പോൾ എന്നും വഞ്ചൂർ വഴി സാധാരണ മഴ പെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് മഴ പെയ്യാറില്ല. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക മിക്കവാറും ഇവിടെ മഴ കാണുള്ളൂ, അങ്ങോട്ട് മിക്കവാറും മഴ കാണാൻ ചാൻസ് ഇല്ലെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് മഴയില്ല. അങ്ങോട്ട് പോകും തോറുന്നു കണ്ട തുള്ളികളുടെ എണ്ണം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ ഞാൻ പറഞ്ഞു മിക്കവാറും ഇവിടെ ഉള്ള ഈ ചാറ്റൽ പോലും അങ്ങോട്ട് കാണൂല. വെച്ചിരുന്ന പോലെ കണ്ടില്ലേ, തുള്ളികളുടെ എണ്ണം കുറഞ്ഞു. നമ്മളെ വീട് അവിടെ എത്തി. അവിടെ ഒരു മഴയില്ല. മഴ ഉണ്ട്, ഒന്ന് ചെറിയ ഒരു ചാറ്റൽ പോലെയുള്ളൂ. പക്ഷേ വഞ്ചൂര് പോലും പെയ്തത്ര മഴയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ വളവുകൾ വളഞ്ഞു പോകുന്നത് നിങ്ങൾക്കെല്ലാം കണ്ടിട്ടുള്ളൂ, നേരത്തെ കണ്ടിട്ടുള്ളതല്ലേ നിങ്ങളുടെ വീട്. അപ്പോൾ അതാ കണ്ടില്ലേ, ചെറിയ തുള്ളികൾ വീഴുന്ന എത്ര തുള്ളികൾ നമുക്ക് എണ്ണി പറക്കാൻ പറ്റുന്ന തുള്ളികളെ അവിടെ പെയ്തോളൂ. ആളില്ല വീടായാൽ ഇതൊക്കെയാണ് അവസ്ഥ ഗൈസ്. ഫുള്ള് ചവറക്കായിട്ട് കിടക്കും. ഇവിടെ റോണിയുടെ കൂട് അനാഥമായി കിടക്കുന്നു. മഴ ചെറുതായിട്ടൊന്ന് പെയ്യണേ ഉള്ളൂ. മാങ്ങ പിച്ചാൻ കൊണ്ട് വന്നതാണ് മഴ. കുറച്ച് മാങ്ങ നിൽക്കുന്നു കേട്ടോ. ചെറിയ മഴയുള്ളു ഗൈസ്, ചെറിയ മഴ. ഇനി അകത്തോട്ട് കയറാൻ പോവാണ്. ഒന്നും പറയണ്ട, ഫുള്ള് പൊടിയായിട്ട് ഇടയ്ക്കുകയും. കാരണം വീട്ടിലാരുമില്ല, അത് ചേട്ടനും വൈഫൊക്കെ അങ്ങ് നാട്ടിൽ പോയേക്കാണ്. അപ്പം അടച്ചിട്ടുന്ന വീടായതുകൊണ്ട് തന്നെ റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായ പൊടിയാണ് അവിടെ. കണ്ടുപിടിക്കാൻ പറ്റാത്ത പൊടിയാണ് അവിടെ. എന്നാൽ കാല് നമുക്ക് കാണുമ്പോൾ അറിയാം ഫുള്ളങ്ങ് എന്താ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെമ്മണ്ണില്ലേ, അതാണ്. അപ്പോൾ അവിടെ തൂത്ത് തുടച്ചാലേ വൃത്തിയാവുള്ളൂ. എന്തായാലും അമ്മയുടെ കൈ വയ്യാത്തത് അവരായിട്ട് പണി എടുപ്പിച്ച് വയ്ക്കാറ് വയ്യാണ്ടാവും എന്ന് വെച്ചിട്ട് ഞാനതൊക്കെ തൂത്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ തുടയ്ക്കാൻ നോക്കുമ്പോൾ വെള്ളമില്ല. മോട്ടർ കംപ്ലൈൻ്റ് ആയി കിടക്കുന്നു. വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് അറിഞ്ഞതുമില്ല വെള്ളമില്ലെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ സ്ഥിര ഇരിപ്പിടമാണ് സിറ്റ് ഔട്ട് ഇരുന്ന് ഇങ്ങനെ പുറത്തോട്ട് നോക്കിയാൽ കേട്ടോ. ഇവിടെ ബസ് പോകുന്നുണ്ട്, ഹൈവേ ആണ്. ഹൈവേ ഇവിടെ ഇരുന്ന് ഈ ഒരു കാഴ്ച കാണുന്ന ഒരു സുഖം വേറെ എവിടെ ഇരുന്ന് കഴിഞ്ഞാലും കിട്ടത്തില്ല ഗൈസ്. ഞാൻ ജനിച്ച് തളർന്ന നാടായതുകൊണ്ട് പറയല്ല, ഈ ഒരു സുഖം അതെങ്ങുമില്ല. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ പണ്ടേ ഉള്ള ഹോബി. ഞാൻ ഇപ്പോൾ വന്നാലും ഇവിടെ ഇങ്ങനെ ഇരുന്ന് റോഡിലോട്ട് നോക്കി വായും പൊളിച്ച് നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്ക് അമ്മ കൃഷ്ണ ക്ലാസ്സിൽ പോയി. ഞാനും ധനുസോണ്ടും മാങ്ങ പറിക്കുകയാണ്. പൊക്കി ഞാനപ്പോൾ ഒന്ന് ട്രൈ ചെയ്തതാണ് കേട്ടോ. ഒരു കൈ കൊണ്ട് പറിച്ചിട്ട് ഒരു കൈ കൊണ്ട് പിടിക്കാൻ പറ്റും. കാരണം തറ വീണത് അത് പൊട്ടിപ്പോകും. ഫുള്ള് വിളഞ്ഞിരിക്കുകയാണ്. ഈ പച്ച കളറേ ആവത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം പിടിച്ചപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ കൈ വേദന എടുക്കും കേട്ടോ. നമുക്ക് കയ്യിൽ അത്രയും വെയിറ്റ് വന്ന് വീഴുമ്പോഴത്തേക്ക് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഇവിടെ പിന്നെ ഇവൻ്റെ അച്ഛൻ എന്നും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അത് കണ്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയാണ്. എന്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ഫ്രണ്ടിലൊരു കടയുടെ മേലിൽ കയറുന്ന മാങ്ങ കൈ കൊണ്ട് പിച്ചെടുക്കാം. പിന്നെ തോട്ടയിട്ട് പറിക്കാം. തോട്ടയിട്ടൊക്കെ പറിക്കാൻ കുറേ ഉണ്ടായിരുന്നു കേട്ടോ.
ഇത്രയും കണ്ടപ്പോൾ ഇത്രയും ഉണ്ടായിട്ട് തോന്നിയില്ല. എന്തായാലും ഞാൻ ആന വണ്ടിയിൽ കയറി പിച്ചിക്കുന്നുണ്ട്. നല്ല മഴയല്ല, മഴ പെയ്യുന്നുണ്ട്. വലിയ വലിയ തുള്ളികളായതുകൊണ്ട് നല്ല നനഞ്ഞ് ഊറ്റായിട്ട് ഞാൻ ഇങ്ങനെ പിച്ചിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ല സമയമുള്ളപ്പോഴല്ലേ പിച്ചാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് പറഞ്ഞിട്ട് പിച്ചിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം മാങ്ങകളെല്ലാം ഏകദേശം പിച്ചി തീരാറായി. ഞാൻ ഇതുവരെ ഇങ്ങനെ പിച്ചിയിട്ടില്ല കേട്ടോ. പിച്ചി വന്നപ്പോൾ നല്ല ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെ ഞാൻ പിന്നെ കയ്യെത്തുന്നതും അല്ല തോട്ടം കൊണ്ട് എത്തുന്നതും ഒക്കെ അങ്ങ് പിച്ചി കേട്ടോ. ഞാൻ നനഞ്ഞ് ഊറ്റിയിട്ട് മഴ ചാറികൾ എന്നാലും ഞാൻ അറിയില്ല. ഞാൻ മാങ്ങ മൊത്തം പറിച്ച് ഒരു കവറിലുണ്ട് ഗൈസ്. ഞാൻ എല്ലാം പറിച്ചിനെ വണ്ടി കയറി ഇപ്പൊ ഒരു ഇതൊക്കെ ഒഴിച്ച്. മോട്ടർ കംപ്ലൈന്റ് ആണ്. നമ്മുടെ ഒരു തുള്ളി വെള്ളമില്ല, കുടിക്കാൻ പോലും വെള്ളമില്ല. ഞാൻ മിനറൽ വാട്ടർ വാങ്ങി വെള്ളം കുടിക്കും. 3 പഴംപൊരി, ഒരു കട, ഒരു ചേച്ചി തൊട്ടപ്പുറത്ത് തുടങ്ങിയ കാരണം തൊട്ടപ്പുറത്തൊരു കടയുള്ളതുകൊണ്ട് വല്ലം തിന്നും കുടിച്ചും കിടക്കാം. അപ്പം നല്ല ചൂട് പഴംപൊരി കിട്ടി. അപ്പം നമ്മൾ കഴിക്കട്ടെ. മാങ്ങ പച്ച കളറാണെങ്കിലും അകം പഴുത്ത മാങ്ങ. ഇതുകൊണ്ടോ എന്നറിയില്ല. സൂപ്പർ. എന്തിനമ്മ ഹോള്? ഇവിടെ കണ്ടിച്ച് വെച്ചേക്കണം, കണ്ടില്ലേ? പതുക്കെ പിച്ചാത്തി. ചെത്തിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ഗൈസ് മാങ്ങ ഇങ്ങനെ തൊലിയോടെ തിന്നാൻ ഇഷ്ടം? എനിക്ക് വേണ്ടി ചേർന്ന് ഭയങ്കര ഇഷ്ടം കേട്ടോ. പഴുത്ത് എല്ലാം വിളഞ്ഞ് ബോധം കെട്ട് പഴുത്ത് ഈ തൊലി പച്ചക്കളറായി, പക്ഷെ മാങ്ങ കണ്ടോ നല്ല പഴുത്തായിരിക്കും. അതാണ് പ്രത്യേകത. നീ തൊലിയോട് തിന്നു കേട്ടാ, ഈച്ചള തിന്നില്ല. ഇങ്ങനെ അപ്പൊ അമ്മ കൃഷ്ണ ക്ലാസ്സിൽ പോയേക്കാണ്. നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. നമ്മൾ പോയിട്ട് വന്നിട്ട് നമ്മൾ പോകും. കുറച്ച് സാധനം വാങ്ങിക്കാൻ പോകണം. അപ്പം നമ്മൾ മാങ്ങ വരട്ടെ. ഞങ്ങൾ പിന്നെ മാങ്ങ കഴിച്ചവിടെ ഇരുന്നപ്പോഴത്തേക്കാണ് ഈശ്വരൻ വിളിക്കുന്നത്. ഇവിടെ കല്ലമ്പലത്ത് ഭയങ്കര മഴ. നീ അവിടെ നിന്ന് കാലെടുത്ത് മാറാൻ കാത്തിരുന്നു. ഇവിടെ മഴയായിരുന്നു. നീ വരണ്ട അവിടെ തന്നെ നിന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഇവിടെ മഴയൊന്നും ഇല്ല, നീ ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ അത് അമ്മ വരുന്നുണ്ട് കൃഷ്ണ ക്ലാസ് കഴിഞ്ഞിട്ട്. അമ്മ അറിയുന്നില്ല ഞാൻ ഇത്രയും മാങ്ങ പിച്ചോന്ന് അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെ വന്നിട്ട് അമ്മ അന്തം വിട്ട് ഇത്രയും കിട്ടിയോ എന്നൊക്കെ ചോദിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് നേരെ നമ്മൾ കൊല്ലം സ്റ്റോർ സാധനം വാങ്ങിക്കാനൊക്കെ പോയി കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാൻ, ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി എന്നുള്ള സത്യം നിങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് കേസ്. ഞാൻ എപ്പോഴും മറന്നു വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോ